ഹായ് ഡിയേഴ്സ്. ഇപ്പം നേരം പെടുന്ന രാത്രി 8 മണിയാണ് കേട്ടോ. അപ്പോൾ ഒരു എന്താ അറിയില്ല, ഒരു പൊറോട്ട തിന്നാൻ പൂതിട്ടാ. പൊറോട്ട തിന്നാൻ പൂതിയെന്ന് വെച്ചാൽ കാരണം നമ്മൾ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഒരു പോത്തിറച്ചി ബീഫ്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളിവിടെ ബീഫൊക്കെ കൊണ്ടുവന്നത് കേട്ടോ. നമ്മൾ കുറേ കാലമായി ബീഫൊക്കെ കൊണ്ടുവന്നിട്ടാ, കോഴി കൊണ്ടുവന്നല്ലാതെ. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ബീഫും കൊണ്ട് വന്നിരുന്നു. അപ്പോൾ ഞാൻ ബീഫ് എടുത്ത് വരട്ടിയിട്ടാ. ഉച്ചയ്ക്ക് കുമ്പളങ്ങ കറിയും ബീഫ് വരട്ടിയതും ഫുഡുണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ബീഫ് എടുത്ത് ഫ്രീസറിൽ വെച്ചിരുന്നു. അപ്പോൾ അതിന് എന്തെങ്കിലും ഇത് മുളകിട്ട് കാണ്ട് പൊറോട്ട ഉണ്ടാക്കണം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി ആവട്ടെ പൊറോട്ട വിചാരിച്ച് കാണ്ട്. അപ്പോൾ നമ്മളിതാ ഇവിടെ കണ്ടില്ലേ ബീഫൊക്കെ മുളക് ഇടുന്ന തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി കുറവുണ്ട് ചോറ്. അപ്പോൾ ഞാൻ വിചാരിച്ച് അതെ ഞാൻ ചോറോടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഇന്ന് ബീഫ് ആക്കാൻ വിചാരിച്ചിട്ടാ. അപ്പോൾ അങ്ങനെ നമ്മൾ ബീഫ് ആക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ബീഫ് മുളകിട്ടതും പൊറാട്ടയും അടിപൊളിയാണല്ലോ. അപ്പോൾ ബീഫ് അതുകൊണ്ടാണ് നമ്മൾ ബീഫ് ഉണ്ടാക്കാൻ ഒരുങ്ങിയിട്ടുള്ളത്. നേരെ ഇപ്പോൾ ഇക്കാനോട് പറഞ്ഞിട്ടുണ്ട്. ഇക്ക എങ്ങോട്ടാ ഓടാൻ പോയിട്ടുണ്ട്. അപ്പം ഇനി പോയി വരുമ്പോൾ പൊറോട്ട കൊണ്ടുവരും. അപ്പോൾ അപ്പോഴത്തിന് കട്ടി പിടിയായിട്ട് ഇവിടെ നമ്മളിതാ എന്താണ് ബീഫ് മുളകിടാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സംഭവങ്ങളൊക്കെ സെറ്റ് ആയിക്കണേ. ബീഫൊക്കെ കഴുകി വെച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ മനുട്ടനാണെങ്കിൽ ഇന്ന് ഇവിടെ ഇല്ല. അവന് ക്രിസ്മസ് സ്പോട്ടായിട്ട് അവൻ്റെ അമ്മായിയുടെ വീട്ടിൽ ചെറിയ അമ്മായിൻ്റെ പെരേക്ക് വിരുന്ന് വയ്ക്കണം കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കുന്നതിൽ ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് പെട്ടെന്നൊന്ന് സെറ്റാക്കി എടുക്കട്ടെ. കുട്ടികളെല്ലാം അപ്പോൾ പൊന്നൂസും മറ്റൂസും അവിടെ ഭയങ്കര കളിയിലാണ് കേട്ടോ. അപ്പോൾ സ്കൂൾ പൂട്ടാണല്ലോ. ഇപ്പോൾ അച്ചുട്ടിൻ്റെ ഉറക്കമില്ല. ഇപ്പോൾ അച്ചുട്ടി ഇപ്പോൾ ഉച്ചക്ക് ഉറങ്ങലും ഇല്ല. കാരണം അച്ചുട്ടിക്ക് ഇപ്പോൾ ഉച്ചക്കത്തെ ഉറക്കം വയ്ക്കണം. കാരണം അവരെ കുട്ടികളെ എല്ലാവരും കൂടി സ്കൂൾ പൂട്ടി എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ പിന്നെ ഓളെ ഉച്ചക്കത്തെ ഉറക്കം ഇപ്പോൾ പറ്റേ ഇല്ലാതെക്കണം കേട്ടോ. അപ്പോൾ ഇനി വേഗത്തിൽ ഇതൊന്ന് മുളകിട്ടെടുക്കണം. ഇതാ ചിക്കനൊക്കെ നമ്മൾ ഉറിയിലൊക്കെ. ഈ ഉറി നിങ്ങളെ വീട്ടിലായിട്ടുണ്ടോ? ആരെ വീട്ടിലാണ് അങ്ങനെ ഒരു ഉറി ഉള്ളതെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതാ നമ്മളിവിടെ ബീഫ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മുളകിടണം. അതിന് മല്ലിയും ഉള്ളിയും തക്കാളിയും വെഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയാണല്ലോ ബീഫൊക്കെ ഏറ്റവും ടേസ്റ്റ് അല്ലേ. അപ്പോൾ ചെറിയുള്ളിയും ഒക്കെ പാടിട്ട് നമ്മൾ വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല കുറച്ചിട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് ഉള്ളൂ. ഇതാ മസാലകളൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി പാകത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീഫ് ആകുമ്പോൾ പ്രത്യേകിച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളകിട്ട് ആകുമ്പോൾ വല്ലാതെ മല്ലിപ്പൊടി ഇടില്ല, പക്ഷെ എന്നാലും കുറച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എരിവിന് വേണ്ടിയിട്ടും കളറിന് വേണ്ടിയിട്ടൊക്കെ പിന്നെ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അങ്ങനെ ഇതാ നമ്മളിവിടെ കുറച്ച് മുളക് പൊടി, ഏതായാലും മുളക് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കളറിനും എരിവിനും ഒക്കെ പാടായിട്ട് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിലോ ഈ മുളക് ഇടാന്ന് വെക്കുമ്പോൾ അതിന് നല്ല കളറ് വേണം കേട്ടോ. കളർ അത്യാവശ്യം നല്ല കളറും ചുരുക്കും വന്നെങ്കിലേ നമുക്കൊരു മനസ്സിലേക്ക് പിടിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ആയാലും ബീഫായാലും ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചിട്ട് കൊടുക്കും കേട്ടോ. ബീഫ് മസാല ഇല്ല. അപ്പോൾ ഞാൻ ചോയ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാല ഒന്നും ചാറിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലോണം കൊണ്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മസാല കൂട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല കളറും നല്ല ഉപ്പും ഒക്കെ പിടിച്ചിട്ട് നല്ല വന്ന മസാല കൂട്ട് ഇവിടെ റെഡി ആക്കണം കേട്ടോ. ഇനി നമ്മളിതാ ചിക്കൻ ആയിക്കാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോറി കേട്ടോ, ചിക്കനല്ല ബീഫാണ്. എപ്പോഴും ഇങ്ങനെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് കാട്ടിയിട്ട് ചിക്കന് വായിൽ വന്നത് കേട്ടോ. അപ്പോൾ ബീഫാണ് ഇട്ട് കൊടുക്കുന്നത്. കശക്കപ്പ് കണ്ടില്ലേ, നല്ല എന്താ പറയുക, ഇതാ നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ മസാല. ഇത് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഒരു 5-6-7 വിസിൽ അടിക്കണം. നമ്മൾ ബീഫ് ആയതുകൊണ്ട് അത്യാവശ്യം വേവുണ്ടാവും കേട്ടോ. അപ്പോൾ മസാലയിൽ ഉപ്പും വേണമെന്നില്ലെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടേ. ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മളെ ബീഫിൻ്റെ മസാലക്കൂട്ട് ഇവിടെ സെറ്റ് ആയിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഗരം മസാലൻ്റെ പൊടി പൊടിച്ചതില്ലായിരുന്നു, അപ്പം ഞാനത് ഇട്ടിട്ടില്ല കേട്ടോ. അതൊന്നില്ലെങ്കിൽ വേണ്ടിയില്ല, ചപ്പും ഒക്കെ ഇടുമ്പോൾ അടിപൊളിയാവട്ടെ നമ്മളെ മസാലക്കൂട്ട്. അപ്പോൾ മക്കളെ നോക്കാൻ വേണ്ടി റൂമിൽ പോയത് കേട്ടോ. ഭയങ്കര പാട്ട് മത്സരമാണ് ഇവിടെ കേട്ടോ. Kali
കണ്ടില്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ പാടകൾ കേട്ടോ. രാത്രി ഇപ്പൊ അച്ഛൻ്റെ ഒച്ചക്കത്തെ ഉറക്കൂല്ല എൻ്റെ അച്ചുട്ടിക്ക്. മതി 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 ഇല്ല ഇവിടെ പിത്തനകളാണ് പിത്തനകളാണ്. ആ 1-ാം തീയതി സ്കൂൾ തുറക്കുള്ളൂ. അച്ഛനുണ്ടാക്കി പാടാണ് കേട്ടാ. പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ വെളുത്ത കുഞ്ഞ് സ്പെഷ്യൽ ആണ് കേട്ടോ. ഇത് പൊറോട്ടയാണ്. അപ്പൊ ഇതാ അവിടെ ചിക്കൻ കറി ഇതാ വിസിലടിച്ചുകൊണ്ടിരിക്കണോ. അങ്ങനെ ഇതാ പൊറാട്ടയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി മക്കള് എല്ലാവരും കാടമുട്ട പെറുക്കി കൊണ്ടുവന്ന് പെട്ടിയാക്കണ തിരക്കാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മതി ചായ കുടിച്ചിട്ടെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ അത് പോയി നോക്കിയതാണ്. ഇതാണ് ഞങ്ങൾ ഓഫീസ് റൂമിൽ വെച്ചാണ് കേട്ടോ പെട്ടിയാക്കൽ. ഇക്കതാ പെട്ടിയാക്കി സെറ്റാക്കി വെച്ചിരിക്കണം. അതിൻ്റെ അടിയിൽ അച്ചുട്ടും ചിലപ്പോൾ പോയി ഇങ്ങനെ വെക്കും കേട്ടോ. ഓള് വെക്കണത് നമ്മളൊന്നും കൂടി എണ്ണേണ്ടി വരും. ഓളും ഇങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി 9-9:15 കേട്ടോ ഇക്ക കാടമുട്ട ബോക്സ് ആക്കൽ. മക്കളെല്ലാവരും കൂടി പോയിക്കും മക്കളും കൂടി പോയിട്ട് കാടമുട്ട പെറുക്കി കൊണ്ടുവരല്ലോ കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ അച്ചുട്ടി ഉണ്ട് കാടമുട്ട ബോക്സ് ആക്കാനൊക്കെ കൂടിയിരിക്കണം കേട്ടോ ഇപ്പച്ചിൻ്റെ കൂടെ. രാത്രിയാണ് കേട്ടോ നമ്മൾ 9 മണിക്കാണ് നേരത്തെ കാടമുട്ടയൊക്കെ പോയി പെറുക്കി കൊണ്ടുവരും. എന്നിട്ട് ഇവരെല്ലാവരും കൂടി പെട്ടിയാക്കലാണ് കേട്ടോ. ബാപ്പിയും മക്കളും കൂടിയാണ് കാടമുട്ട കൊണ്ടുവരലും പെറുക്കി കൊണ്ടുവരലും പെട്ടിയാക്കലൊക്കെ കേട്ടോ. ബാപ്പിയും കുട്ടികളും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് പെട്ടിയാക്കും. പെട്ടി 40 ബോക്സാണ് ഇപ്പോൾ കൊടുക്കുന്നത്. നമ്മൾ മിറാക്കിൾ എന്ന് പറഞ്ഞ കർഷക കൂട്ടായ്മയിലൊക്കെ നമ്മൾ ചേർന്നിക്കണം. അങ്ങനെ ഇതാ നമ്മൾ വലുതായിട്ടുള്ള ബോക്സൊക്കെ ഉണ്ട് നമുക്കുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടിട്ട് ചെറുതായിട്ട് പൊട്ടിയ മുട്ടകളൊക്കെ ഉണ്ടാകും. അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കും കേട്ടോ. അതൊക്കെ മാറ്റി വെച്ചിട്ട് അത് നമ്മൾ ഉപയോഗിക്കും കേട്ടോ. ബോക്സിലൊന്നും ഇടൂല. അങ്ങനെ ഇതാ നമ്മൾ പെട്ടി ബോക്സ് ആക്കി വെച്ചിട്ട് നാളെ രാവിലെ നിക്ക കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ രാത്രിയാണ് മുട്ട പെറുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യല്. അങ്ങനെ ഇതാ അവിടെ ബോക്സ് ആക്കി വെച്ചിരിക്കണം കേട്ടോ. ബാക്കി കുറച്ച് മുട്ട ഒരു പെട്ടി 2 പെട്ടി രാവിലെയും കിട്ടും കേട്ടോ. അപ്പോൾ അതും പെട്ടിയാക്കും. അങ്ങനെയൊക്കെ ഉണ്ടോ നമ്മുടെ കാടയുടെ പരിപാടികൾ കേട്ടോ. അപ്പോൾ പേപ്പറൊക്കെ ചെഞ്ഞ് പ്ലാസ്റ്ററൊക്കെ ഒട്ടിക്കാനായിട്ട് ഇരിക്കും. ബോക്സിലേക്ക് സെറ്റാക്കി പൊട്ടിയതൊക്കെ നോക്കി വേർതിരിച്ചിട്ട് മക്കൾ വെക്കും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ആ മുട്ട ബോക്സ് ആക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും കൂടി ചായക്കടി എടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. പ്ലേറ്റ് കിട്ടോ ഒരു പ്ലേറ്റ് വെച്ചോ. അപ്പം ഇതാ നമ്മൾ പൊറോട്ട ഇവിടെ സെറ്റ് ആയിക്കണ്. എൻ്റെ അച്ചുട്ടി മുന്നിൽ തന്നെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ചിക്കൻ കറി ഇതാ അടിപൊളി ചിക്കൻ കറി കണ്ടില്ലേ. പൊറോട്ടയും ബീഫും സൂപ്പറായി മച്ചനെ കണ്ടില്ലേ. നമ്മൾ അടിപൊളി ബീഫ് കറിയും പൊറാട്ടയും. അച്ഛോ അല്ലാ തുണിയൊക്കെ എടുത്താ വിട്ടിക്കണ തുണിയല്ലേ അല്ലേ. അപ്പം തുണി ആ കറിയിൽ ഉപ്പുണ്ടോ. അങ്ങനെ ഇതാ വീഡിയോ എടുക്കണില്ല ഫോണിലാണെങ്കിൽ ചാർജ് തീർന്നു കേട്ടോ. അപ്പോൾ പിന്നെ ലൈറ്റ് പോയി, ഫോണിൻ്റെ ലൈറ്റ് പോയി. നമ്മളെ ബൾബാണെങ്കിൽ കുറച്ച് നടുവിലാണ് നമ്മൾ ഇരിക്കുന്നത്, സൈഡിലാണ്. അതുകൊണ്ട് തന്നെ വല്ലാതെ ലൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇതാ നമ്മളെ ബീഫും കറിയൊക്കെ സെറ്റായി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിലും ബീഫ് കാണുമ്പോൾ പൊറോട്ടയ്ക്ക് ഒരു പൂതിയാണ് എനിക്ക് കേട്ടോ. ചിലപ്പോൾ രാവിലെ ചായക്കടിക്ക് പൊറോട്ട ആക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി ഇതുപോലെ തന്നെ രാത്രിയാണ് നമ്മൾ ചിലപ്പോൾ കറിയാണ് ഉണ്ടാക്കിയിട്ട് പൊറോട്ട കൊണ്ടുവച്ചത്. ഏതായാലും പെരീക്ക് വരുമ്പോൾ എന്തെങ്കിലും ആയിട്ട് കൊണ്ടുപോകല്ലോ മക്കൾക്ക്. അപ്പം ഞാൻ പറയും ഒന്നൊന്ന് വാങ്ങണ്ട, ആ പൈസക്ക് പൊറോട്ട വാങ്ങിക്കളി അറിയും. അങ്ങനെ പൊറോട്ടയും കൊണ്ട് വരും. അങ്ങനെയാണ് ചെയ്യൽ കേട്ടോ. അപ്പോൾ ഇനി ഓരോ കൂടെ തന്നെ ഞാനും അങ്ങോട്ട് തിന്നട്ടെ. മക്കളൊക്കെ തിന്ന് കഴിഞ്ഞ് ബാക്കി ഇതാ 3 പൊറോട്ട ബാക്കിയുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ ബീഫ് കറി ഇവിടെ അതും കുറച്ചതും ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഫ്രിഡ്ജിക്ക് വെക്കട്ടെ. എൻ്റെ പച്ചുട്ടിയാണ് തിന്നിട്ട്. അച്ചുട്ടി കാലിപ്പൊറോട്ട കൈ പിടിച്ച് തിന്നിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ കറി പറന്ന് വല്ലാതെ തിന്നിട്ടില്ല കേട്ടോ. ഇതൊന്ന് മൂടിന്ന് ഫ്രിഡ്ജിക്ക് വെക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ കേട്ടോ. ഒരുപാട് ആഗ്രഹിച്ച് അപ്പം പിടിച്ച് പൊറോട്ട ഉണ്ടാക്കി. ഇക്കാനെ കൊണ്ട് പൊറോട്ട കൊണ്ടുവച്ചു. ബീഫ് മുളകിട്ട്
അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞിട്ടോ. അപ്പൊ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ബീഫും കണ്ടപ്പോ ഒരു പൂതി പൊറാട്ടയ്ക്കും. അപ്പൊ എങ്ങനെ ഏതായാലും ആ സംഭവങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ടോ. അപ്പൊ ഞങ്ങള് പൊറാട്ട നിന്ന് പള്ള നിറഞ്ഞ് ഉറങ്ങാൻ കിടക്കാണ്. അപ്പൊ അതാ മക്കളൊക്കെ ഉറങ്ങാനായിട്ട് നിക്കണം കേട്ടോ. അപ്പൊ പൊറാട്ടയൊക്കെ തിന്ന് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായ ചിക്കൻ ബീഫും കറിയും. ബീഫ് നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇതാ നമ്മള് ഈ കുട്ടികളൊക്കെ ഉറക്കാനായിട്ട് നിക്കാണ്. ഓരോരുത്തരൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. മറ്റൊരു TV ആണ് കേട്ടോ അവിടെ. അപ്പൊ ഇക്ക കിടക്കാനായിട്ടില്ല. അപ്പൊ ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെക്കാണ്ട്. പാത്രങ്ങളൊന്നും കഴുകി കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പൊ അതിനൊക്കെ ആയിട്ട് ഞാൻ തിരിയാണ്. ഇവർക്ക് പായൊക്കെ നീട്ടി കൊടുത്തിട്ട് വേണം നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് വരാൻ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അച്ചുട്ടി പൊറാട്ട തിന്നിട്ടില്ല. അച്ചുട്ടി പൊറാട്ട തിന്നിട്ടില്ല. അച്ചുട്ടി കഷ്ണം ബാക്കിയാക്കിക്കണം അല്ലേ? അച്ചുട്ടി ബാക്കിയാക്കി. അച്ചുട്ടി തിന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഒക്കെ മതി. വൈകുന്നേരം അവള് കുറച്ച് ചോറ് തിന്നീന്ന്. പിന്നെ പൊറാട്ട വെച്ച് കൊടുന്നപ്പോ കവർന്ന് ചൂടോട് കൂടി കാലിപ്പൊറാട്ട ഒക്കെ എടുത്ത് തിന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് കറി പറഞ്ഞു തിന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഒത്തിരി വിലപ്പെട്ടതാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ വരും. മക്കൾ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടോ. ആയിക്കോട്ടെ, ശരി എന്നാ ബൈ. എല്ലാവരും ഗുഡ് നൈറ്റ്.